നമസ്കാരം. കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്താധ്യാപിക കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെതിരെ നടത്തിയിട്ടുള്ള വംശീയമായ അധിക്ഷേപ പരാമർശങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും. വലിയ തോതിൽ നമുക്ക് കേരളത്തെ ഞെട്ടിക്കുകയും നമുക്കൊരു പക്ഷേ ഒരു പൊതുവിടത്തിൽ ആവർത്തിച്ച് പറയാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം കടുത്തതുമായ പരാമർശങ്ങളാണ് അവർ ഇദ്ദേഹത്തിനെതിരെ നടത്തുന്നത്. അത് കണ്ടു കാണും എല്ലാവരും. ഇപ്പോൾ ഏറ്റവും അവസാനം കലാമണ്ഡലം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഈ അധ്യാപിക ഉപയോഗിക്കുന്നത് സ്ഥാപനത്തിന് മാനക്കേടാണ്, അവരുമായി ഒരു ബന്ധവുമില്ല, ഒരു പുരോഗമന സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ് അവർ പറയുന്ന വാദങ്ങൾ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കവേ വീണ്ടും തൻ്റെ പ്രയോഗങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് ആവർത്തിക്കുകയും മാധ്യമങ്ങളോട് രോഷപ്പെടുകയും ചെയ്യുകയാണ് കലാമണ്ഡലം സത്യഭാമ. വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർന്നു വന്നിരിക്കുന്നു. അതിനകത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അജിംസ്, എന്താണ് തോന്നുന്നത്? നമ്മൾ കുറച്ചുകൂടിയൊക്കെ ആധുനികമാക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നിൽക്കുമ്പോൾ ഒരാൾ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു, പിന്നീട് അതിൽ നിന്ന് വഴുതിക്കളയാനോ ഒരു തിരുത്തു പറയാനോ പോലും തയ്യാറാവാതെ കുറച്ചുകൂടി ഉറച്ചതിൽ നിൽക്കുകയും ചെയ്യുകയാണ്. മാധ്യമപ്രവർത്തകനായ ഒരാളാണ് അഭിമുഖം നടത്തുന്നത്. അവർ നടത്തുന്ന വംശീയ പരാമർശങ്ങളോട് അതേ തീർച്ചയായും എന്ന് പറഞ്ഞ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, അത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ, മൊത്തത്തിൽ എന്താ തോന്നുന്നത്? നമുക്കെന്ത് തോന്നുന്നതല്ല, ഈ RLV രാമകൃഷ്ണൻ എന്ത് തോന്നുന്നുള്ളതാണല്ലോ പ്രധാനം. അദ്ദേഹം പറഞ്ഞത് ഈ ജാതി ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കും, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പരാതി കൊടുത്ത കേസെടുക്കും. ഇപ്പോൾ ഇതിൽ കേസെടുക്കാൻ പറ്റില്ലല്ലോ. ഒരാളുടെ നിറത്തെയാണ് അധിക്ഷേപിച്ചതെന്നുള്ളത് കേസെടുക്കാൻ പറ്റിയ IPC കേസെടുക്കാൻ പറ്റിയൊരു വകുപ്പല്ല. വേണമെങ്കിൽ ഒരു ഡിഫമേഷനൊക്കെ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാമെന്നല്ലാതെ ഒരു കേസല്ലാതെ. അപ്പോൾ എളുപ്പത്തിൽ പറയാവുന്ന കാര്യം എന്താണ്? നിറം വെച്ച അധിക്ഷേപിക്കുക. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിരന്തരം കാണുന്നതാണല്ലോ. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ചാനൽ വന്നിരിക്കുന്ന ഒരാൾ, അയാൾ കറുത്ത നായരാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചൊരു സംഭവം ഓർമ്മയുണ്ടാവും. അപ്പോൾ അയാൾ നായരാണെങ്കിലും നായരാണെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, ജാതി പറഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ എന്ത് ചെയ്യണം? നിറം വെച്ച് അധിക്ഷേപിക്കുക. അതാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് RLV രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിന് കാരണം എന്ന് വെച്ചാൽ കേരളം, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ മറ്റേ കലാമണ്ഡലം ഗോപിയാശാനെ പറ്റി സംസാരിച്ചപ്പോൾ കേരളത്തിലെ കലാകാരന്മാരൊക്കെ പുരോഗമന മൂല്യമുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ തന്നെ ആ പ്രസ്താവന തിരുത്തണമെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. അങ്ങനെയല്ല, ഒട്ടുമല്ല. കാരണം ഇപ്പോൾ കലാകാരന്മാർക്കിടയിൽ നിന്നല്ല, കേരളത്തിൽ നല്ല തോതിൽ ജാതിബോധം ഉണ്ട്. അത് കുറേ കാലം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ഒരു പ്രഭാവം ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ പറയാൻ മടിച്ചിരുന്നു. പുതിയ കാലത്ത് അത് ആളുകൾ തുറന്നു പറയുന്നു എന്നേ ഉള്ളൂ. ഈ ക്ലാസിക്കൽ പെർഫോമിംഗ് ആർട്ട് ഫോംസ് അത് കൂടുതലാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഈ ക്ലാസിക്കൽ ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും സവർണ്ണ കലയാണല്ലോ. ഈ ക്ഷേത്രകലകളെല്ലാം സവർണ്ണ കലകളാണ്. ആ പ്രദേശത്തേക്ക് അവർണരായ മനുഷ്യർ, ഈ അവർണർ സവർണർ എന്ന് പറയുന്നത് ജാതി ഈ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടവരും പുറത്തു നിൽക്കുന്നവരും. അപ്പോൾ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾക്കാണ് ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഈ ക്ലാസിക്കൽ കലകൾ ഒരിക്കലും ജനകീയ കലകളാവാത്തത് കൊണ്ടാണല്ലോ. അത് എന്തുകൊണ്ടാണ് അത് ക്ലാസിക്കൽ എന്ന് പറയുന്നത്? അത് വളരെ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്നതും ശാസ്ത്രീയമായി അഭ്യസിക്കേണ്ടതും അങ്ങനെ ശാസ്ത്രീയമായി അഭ്യസിച്ചവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണ്. ഇപ്പോൾ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയില്ലേ, എത്ര പേർക്ക് കഥകളി എത്ര പേർക്ക് മനസ്സിലാവും? ആർക്കും അറിയില്ല. മോഹിനിയാട്ടം തന്നെ എത്ര പേർക്ക് ആസ്വദിക്കാൻ കഴിയും? കാണാൻ ഒരു എന്താണ്, അതിനൊരു ലാസ്യ ഭംഗി കൊണ്ടൊക്കെ ആൾക്കാർ കണ്ടിരിക്കുമെന്നല്ലാതെ അവരെന്താണ് കാണിക്കുന്ന മുദ്ര എന്താണെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസിക്കൽ കലകൾ ജനകീയമാകത്തതിന് കാരണം അത് സവർണ്ണ കലകളായതുകൊണ്ടാണ്. അപ്പോൾ ഈ സവർണ്ണ കലകളിലേക്ക് അവർണരായ മനുഷ്യർ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഉത്തരാധികാരികളായിരുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ്. അവർ നിറമായിട്ടും അതിൻ്റെ ജെൻഡർ പറഞ്ഞു. ആണുങ്ങൾ എന്തിനാണ് മോഹിനിയാട്ടം കളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മോഹിനിയാട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഭരതനാട്യം പെണ്ണുങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഭരതനാട്യം എന്ന് പറഞ്ഞാൽ ഭരതൻ്റെ നാട്യമാണ്. അവർ പറയുന്നതാണ് മോഹിനിയാട്ടം മോഹിനിയല്ലേ ചെയ്യേണ്ടത്, മോഹനൻ ചെയ്യാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഭരതനാട്യം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ഇത്തരത്തിൽ അവരുടെ പ്രശ്നമാവുന്നല്ല, അതിൻ്റെ ലോജിക്കൊന്നുമല്ല, അവരുടെ പ്രശ്നം ഉള്ളിലുള്ള ജാതി തന്നെയാണ്. ഇതിപ്പോൾ RLV രാമകൃഷ്ണൻ ഇതിങ്ങനെ ഇത്രയും പരസ്യമായി പബ്ലിക്കായി അധിക്ഷേപിക്കപ്പെട്ടിരുന്നു. അത്ര പബ്ലിക്കായിട്ടില്ലെങ്കിലും അധികം പേർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കലാഭവൻ മണി സമാനമായ അനുഭവം നേരിട്ട ഒരാളാണ്. അപ്പോൾ ദിവ്യ ഉണ്ണി എന്നു പേരുള്ള അവരൊരു ഡാൻസറാണ്, ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസറാണ്. അവർ കലാഭവൻ മണിയോടൊപ്പം ഞാൻ അഭിനയിക്കില്ല എന്ന് തുറന്നു പറഞ്ഞതാണ്. അതായത് ഐശ്വര്യ റായ് പോലും കലാഭവൻ മണിയോടൊപ്പം അഭിനയിച്ചിരിക്കുകയാണ്. ദിവ്യ ഉണ്ണി പറയുന്നത് ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർണാടകക്കാരിയായ ഐശ്വര്യ റായ്ക്കില്ലാത്ത ജാതീയതയാണ് മലയാളിയായ ദിവ്യ ഉണ്ണിക്കുള്ളത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം, പുരോഗമന കേരളം എന്ന് പറയുന്നത് ഒരു ഫേക്കായിട്ടുള്ള ഒരു നറേറ്റീവാണ്, കുമിളയാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് കേരളത്തിലൊരു നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നവോത്ഥാനം ഉണ്ടായെങ്കിൽ പോലും അത് നടിക്കുകയാണ്. നവോത്ഥാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അത്
നമ്മൾ നടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഈ ജാതി ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഈ എന്താണ് ആധുനിക കേരളം ഇത്രയും നാളും ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ അതൊക്കെ തുറന്നു പറയാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പരസ്യം കൂടിയാണ്. അത് നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ചും ഈ ആഗോളീകരണത്തിന് ശേഷം പോസ്റ്റ് ബാബരി പീരീഡിൽ ഇത് തുറന്നു പറയുക എന്നുള്ളത് അത്ര നാണിക്കേണ്ട ഒരു കാര്യമല്ല എന്ന തോന്നൽ 90-കൾക്ക് ശേഷം മലയാളികൾക്കിടയിൽ കൂടുതലായി വരുന്നു. സോഷ്യൽ മീഡിയ കാലത്ത് അത് കുറേ കൂടി പ്രകടമായി വരുന്നു എന്നേ ഉള്ളൂ. അത് പക്ഷേ ഇന്ന് നമ്മളവിടെ കണ്ടത് മാധ്യമപ്രവർത്തകർ നിരന്തരം അവരോട് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്ന മാധ്യമപ്രവർത്തകർ കുറേ നേരം അവരായിട്ട് ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ ഡിബേറ്റിൽ അവർ നിരന്തരം ചോദിക്കുന്നു. അവർ പറയുന്നത് നാട്യശാസ്ത്രത്തിൽ സൗന്ദര്യം പ്രധാനമാണ്. നാട്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്യശാസ്ത്രം സൗന്ദര്യത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പം, ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രമൊക്കെ നാട്യശാസ്ത്രത്തിൽ വരുന്ന കാര്യമാണ്. അതിലെവിടെയും കളർ വരുന്നില്ല. അങ്ങനെ കളർ വരികയാണെങ്കിൽ ഇപ്പോൾ ഭാനുപ്രിയയുടെ കളർ എന്താണ്? അങ്ങനെ ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ക്ലാസിക്കൽ ഡാൻസേഴ്സും സൗന്ദര്യശാസ്ത്രപരമായി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെളുത്ത ഉള്ള ആളുകളാണോ? അല്ലല്ലോ. അപ്പോൾ അവരുടെ പ്രശ്നം ഈ നാട്യശാസ്ത്രമോ സൗന്ദര്യ സങ്കല്പമോ മോഹിനിയാട്ടം പോലുമോ അല്ല. അവരുടെ പ്രശ്നം RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവർണ്ണനായ ഒരു മനുഷ്യൻ ഈ ക്ലാസിക്കൽ കലയിൽ PhD നേടുന്നു. അതിലുള്ളാവുന്ന അസ്വസ്ഥത, ചൊറിച്ചിൽ എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ദാവൂദ് സാഹിബ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടല്ലോ. അവരെല്ലാവരും തള്ളിപ്പറയാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, സാധാരണങ്ങൾ എല്ലാവരും ഒരു തള്ളി പറയുന്നു. അതിനകത്തൊരു ഹോപ്പുണ്ടോ അതോ മറിച്ചാണോ അതിനകത്തുള്ള ഒരു യാഥാർത്ഥ്യം? ഇല്ല, അവർ തള്ളിപ്പറയുകയല്ലാതെ വഴിയില്ലല്ലോ. കാരണം വെച്ചാൽ ഇത് വളരെ പ്രത്യക്ഷമായി ഇങ്ങനെ സാധാരണ ഇപ്പോൾ അജീംസ് പറഞ്ഞവർ കേരളത്തിൽ ജാതിയും ഈ വർണ്ണബോധമൊക്കെ വളരെ സട്ടിലായിട്ട് വളരെ പരോക്ഷമായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു ഒരു കാര്യമായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് ഈ സ്ത്രീ ഇങ്ങോട്ട് പച്ചക്ക് ഇത് പറയുകയാണ്. പച്ചക്ക് പറയുക മാത്രമല്ല അതിനെ ഉറച്ചു നിൽക്കുകയാണ് അതിനകത്ത്. ഇന്നിപ്പോൾ ഇന്ന് ഏജാതി പെർഫോമൻസ് ആയിരുന്നു പത്രക്കാരുടെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഒരു പബ്ലിക് ഇതൊരു ഇലക്ഷൻ കാലം കൂടിയാണ്. ആ സമയത്ത് വരിയായി നിന്ന് രാഷ്ട്രീയ നേതൃത്വം അവർ തള്ളിപ്പറയും, നിശ്ചയമായും തള്ളിപ്പറയാതെ പറ്റില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾക്ക് പറയാൻ സാധിക്കുന്നു, പറഞ്ഞതിന് ശേഷവും അതിൽ ഉറച്ചു നിൽക്കാനും അത് ചോദ്യം ചെയ്യുന്ന പത്രക്കാരോട് തട്ടിക്കയറാനൊക്കെ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഢ്യബോധം, എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റും, ആ ഒരു അധികാരം, ജന്മനായുള്ള അധികാരം എനിക്കുണ്ട് എന്ന ബോധം തന്നെയാണ്. ഈ ജന്മനായുള്ള അധികാരം ആണല്ലോ ജാതി എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് നമ്മൾ പലവട്ടം ഈ വേദിയിൽ സംസാരിച്ചാണ്. അത് അങ്ങനെ കുടഞ്ഞു തെറിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നേരത്തെ നിഷാദ് പറഞ്ഞാൽ ഈ പെർഫോമിംഗ് ആർട്സ് 2 ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ. പെർഫോമിംഗ് ആർട്സ് നല്ല ആർട്സ് തന്നെ എടുക്കുക. ഇപ്പോൾ കൂടുതലും മ്യൂസിക്, ഡാൻസ്, പിന്നെ അത്ഭുതകരമായുള്ള കാര്യമാണ് സയൻസ്. ഈ ഏരിയകളിലാണ് ഇത് ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? IIT-കളിലാണ്. അത് ശ്രദ്ധിച്ചില്ലേ? IIT-കളിലാണ് ജാതി പീഡനം, ജാതിയെ തുടർന്നുള്ള സൂയിസൈഡ്, ജാതി പീഡനം തുടർന്നുള്ള സൂയിസൈഡ്, ഡ്രോപ്പ് ഔട്ട്, ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന എവിടെയാണ്? ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്ര കലാലയങ്ങളായിട്ടുള്ള IIT-കളിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. പിന്നെ നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാമേഖലയിലാണ്. അതും കൂടുതലും സംഗീതവും നൃത്തവും ആ ഏരിയയിലാണ് നടക്കുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഇവർ പത്രക്കാരായിട്ട് തട്ടിക്കയറുന്നതിനിടയിൽ ഒരാൾ ചോദിക്കുന്നത് നാട്യശാസ്ത്രത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ശിഷ്യപ്പെടൂ എന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്ന് പറയുന്നത്. അപ്പോൾ ശിഷ്യപ്പെടുക, വെറ്റില വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഈ ഒരുതരം ഫ്യൂഡൽ ഗുരുശിഷ്യ ബന്ധം നിലനിൽക്കുന്ന, ജാതി ബന്ധം നിലനിൽക്കുന്ന ഏരിയയാണ് ഈ കലാമേഖല എന്ന് പറയുന്നത്. സയൻസിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും കലയുടെ മേഖല അങ്ങനെയാണ്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മോഹിനിയാട്ടം എന്തിനാണ് പുരുഷനായ പിന്നോക്കക്കാരനായ ഇയാൾ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ മോഹിനിയാട്ടം അടിസ്ഥാനപരമായി പറഞ്ഞമാതിരി ഒരു സവർണ ഭാവുകത്വം അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കലയാണ്. പക്ഷേ അതിപ്പം പുരുഷനായ ഒരു കറുത്ത നിറമുള്ള പുരുഷൻ അത് അവതരിപ്പിക്കുന്നു. ഒരാൾക്ക് ചോദിക്കാം എന്തിനാണ് ഇത് പഠിക്കാൻ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാം. നേരെ തിരിച്ചും എടുക്കാം. ഇപ്പോൾ ഈ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു കൾച്ചറൽ തിയറി നമ്മുടെ നാട്ടിൽ നിലവിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു കൊളോണിയൽ പ്രോഡക്റ്റാണ്. നമ്മളെ കീഴ്പ്പെടുത്തിയ, നമ്മളെ അടിമകളാക്കിയ ബ്രിട്ടീഷുകാർ അവരുടെ നേരം പോക്കിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്ന് കളിച്ച് അങ്ങനെ നമ്മൾ പരിചയിച്ച ഒരു സംഗതിയാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഉടമ ഇവിടെ ഇട്ടേച്ച് പോയ അവരുടെ ഒരു അവശിഷ്ടമാണ്, ഒരു കൊളോണിയൽ ലെഗസിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കപ്പടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഉടമ,
നമ്മളെ അടിമയാക്കി വെച്ച ആളുകളുടെ അവശിഷ്ടം നമ്മൾ വാരിയെടുത്ത് തിന്നുകയാണ് എന്ന് പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. നേരെ തിരിച്ച് അങ്ങനെയല്ല, അവരുടെ ഒരു കൊളോണിയൽ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന അവരുടെ ഒരു വിജ്ഞാനം അല്ലെങ്കിൽ അവരുടെ ഒരു ഗെയിം നമ്മൾ അത് നമ്മൾ കയ്യിലെടുക്കുന്നു, നമ്മൾ അതിൻ്റെ മേധാവികളാകുന്നു, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ ഞാൻ കുച്ചിപ്പുടി എന്ന് പറയുന്ന ഡാൻസ് ഫോം കേട്ടിട്ടില്ലേ? ബേസിക്കലി കുച്ചിപ്പുടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ആന്ധ്രാപ്രദേശിൽ ഞാനവിടെ പോയിട്ട് ആ ഗ്രാമത്തിൽ പോയ ആളാണ്. ആന്ധ്രയിൽ ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ടുള്ള ഈ ഇതേമാതിരിയുള്ള ഒരു ക്ലാസിക്കൽ ഇതായിരിക്കുക തന്നെ പോപ്പുലറായിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ്. അതങ്ങനെ പോപ്പുലർ ആകുന്നതിൽ പല ഘടകങ്ങൾ. ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രജാനാട്യ മണ്ഡലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. അത് ഒരു ലെഫ്റ്റ് CPM അനുഭാവ നമ്മുടെ പുക്കാസയൊക്കെ മാതിരിയുള്ള ഒരു ഇതാണ്. അവർ ഈ കുച്ചിപ്പുടിയെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയിട്ട് CPM ML അല്ലേ? ലെഫ്റ്റാണ്. അത് ഇനി ഏതെങ്കിലും ആന്ധ്രയിൽ കുറേ ലെഫ്റ്റ് ഉണ്ട്. CPM ആയിട്ടാണ് അവരുടെ അഫിലിയേഷൻ എന്നാണ് എൻ്റെ ധാരണ. എനിവേ വളരെ പോപ്പുലർ ആണ് അവർ. ഈ കുച്ചിപ്പുടിയെ ജനകീയവൽക്കരിക്കുന്നതിൽ എന്ന് വെച്ചാൽ കുച്ചിപ്പുടിയെ ഈ അഗ്രഹാരത്തു നിന്ന് പുറത്തേക്കെടുത്ത് അതിനെ വേറൊരു നിലയിൽ രാമകഥകളൊക്കെ അവതരിപ്പിച്ചിരുന്നെന്ന് മാറിയിട്ട് പോപ്പുലറായ വിഷയങ്ങളെടുത്തിട്ട് ഈ ഡാൻസ് ഫോമിനെ മാറ്റിയെടുക്കുന്നതിൽ അവർ ഭയങ്കരമായിട്ട് മുന്നോട്ട് വരും. അതിനെക്കുറിച്ചുള്ള ധാരാളം സാംസ്കാരിക പഠനങ്ങൾ ഈ തെലുങ്കിൽ ലഭ്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു സാധ്യത ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്ന് മന്ത്രി ബിന്ദു പറഞ്ഞ അതാണ്, ഈ മോഹിനിയാട്ടത്തെ വേറെ നിലക്ക് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് ഈ RLV എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇതിനകത്ത് ഈ ഡാൻസ് ഫോമിനകത്തുള്ള ഒരു റിഫോമർ എന്ന് നമുക്ക് പറയാവുന്ന ഒരാളാണ് RLV രാമകൃഷ്ണൻ. അങ്ങനെ ഒരു മനുഷ്യനെ സല്യൂട്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് അവർക്ക് സത്യഭാമക്ക് സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് പറയുമ്പം എനിക്കൊന്നും അവർക്ക് ക്രിമിനൽ കേസ് എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ രാജ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധിജി എങ്ങനെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്? അദ്ദേഹം വർണ്ണവിവേചനം നേരിട്ടതിൻ്റെ പേരിലാണ്, ജാതി പീഡനം നേരിട്ടതിൻ്റെ പേരില്ല, വർണ്ണവിവേചനം നേരിട്ടതിൻ്റെ പേര്. ഇതേ സത്യഭാമ അമേരിക്കയിൽ പോയാൽ അവർ ബ്രൗണിയാണ് കേട്ടോ, അവർ ബ്രൗണായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ ആ വർണ്ണവിവേചനം നേരിട്ട് ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അങ്ങനെയാണ് ഗാന്ധിജി പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് തന്നെ വരുന്നത്. അദ്ദേഹം പടുത്തുയർത്തിയ ഒരു ദേശീയതയാണ് നമ്മുടേത്. അങ്ങനെ ഒരു നാട്ടിൽ വർണ്ണവിവേചനപരമായി ഒരാൾ സംസാരിച്ചാൽ അതൊരു ക്രിമിനൽ ഒഫൻസ് ആവേണ്ടതാണ്. ഇനി ഇപ്പോൾ ചട്ടങ്ങളോ നിയമങ്ങളോ അതില്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടെങ്കിലും ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് ചെയ്തിരിക്കുന്നത്. നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും നിരാശാജനകമായ ഒരു സംഗതിയായി അത് നിൽക്കുകയാണ് ഇപ്പോഴും.